ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി ദീപക്കിനോട് പറയുന്നു, എടാ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്, വിളച്ചിലെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അത് പറ്റത്തില്ലല്ലോ അമ്മായി. എൻ്റെ അമ്മയെ എന്നോടൊരു കാര്യം ഏൽപ്പിച്ചാലേ അതെങ്ങനെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലേ അമ്മ എന്നെ വഴക്ക് പറയും. അതുകൊണ്ടേ എൻ്റെ അമ്മായി ബലം പിടിക്കാതെ എൻ്റെ ഒടിഞ്ഞു വാ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ടേ പെട്ടെന്നിങ്ങി വരാം. അത് കേട്ടിട്ട് പത്മാവതി അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ ദീപക്ക് പത്മാവതിയെ കയറി പിടിച്ച് വലിക്കുവാണ്. എടാ എന്നെ വിടറാ, നിന്നോട് എന്നെ വിടാനാ പറഞ്ഞു, മര്യാദയ്ക്ക് നിന്നോണം, അമ്മായിയാന്ന് ഞാൻ നോക്കത്തില്ല. പത്മാവതിയുടെ മുടിയെ കയറി കുത്തി പിടിച്ചിട്ട് ദീപക്ക് പറയാ, മിണ്ടാതെ വായടച്ചോണ്ട് എൻ്റെ കൂടെ വന്നോണം, അല്ലെങ്കിൽ സ്വബോധത്തോടായിരിക്കത്തില്ല കൊണ്ടുപോകുന്നത്. എടാ എന്നെ വിടറാ, എടാ ദീപക്കെ വിടാനാ പറഞ്ഞത്, വാ അമ്മാവി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചഴച്ച് പത്മാവതിയും കൊണ്ട് അംബികയുടെ ഗോഡൗണിലോട്ട് കൊണ്ടുപോവാണ്. രോഹൻ ഋതികയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വന്നിരിക്കുവാണ്. ഇതേ എൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വീക്കെൻഡിൽ ഇവിടാണ് കൂടാറുള്ളത്. കുറച്ച് പേടിയൊക്കെ ഋതികയ്ക്കുണ്ടെങ്കിലും ഋതിക അത് മുഖത്ത് കാണിക്കാതെ രോഹനോടൊപ്പം ആ റെസ്റ്റോറൻറ്റിനകത്ത് കയറി ഇരിക്കുവാണ്. രോഹൻ ഒരു വല്ലാത്ത ആക്രാന്തത്തോടെ ഋതികയെ ഇങ്ങനെ നോക്കുവാണ്. ഋതികയ്ക്കൊരു പേടി, ഇവനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അയച്ച മെസ്സേജ് വായിച്ചിട്ടും ഇവൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇവൻ്റെ നോട്ടത്തിൽ എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. എന്താ ഇവൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഋതികയുടെ ആ ഭാവവ്യത്യാസമല്ല ഇങ്ങനെ രോഹൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, ഋതിക എന്തുവാ ആലോചിക്കുന്നത്? അത് രോഹൻ ഞാൻ അയച്ച മെസ്സേജ് വായിച്ചിട്ടേ രോഹൻ അതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചോ ഇല്ലയോ എന്ന്. അപ്പോഴേക്കും ഓർഡർ എടുക്കാനായിട്ട് ആ സപ്ലയർ ബോയ് അങ്ങോട്ട് വരുന്നു. അല്ല, ഇത് രോഹൻ സാറല്ലേ? സാറെന്താ തനിച്ച്? അയ്യോ സോറി, സാറ് തനിച്ചല്ലല്ലോ, കൂടെ ഒരാളും ഉണ്ടല്ലോ. അതെന്താടോ, എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഇവിടെ വരാൻ പാടില്ലെന്നേ തൻ്റെ മുതലാളി വല്ലതും വിലക്കിയിട്ടുണ്ടോ? അയ്യോ സാർ അതുകൊണ്ട് പറഞ്ഞതല്ല. ഋതികയെ നോക്കിയിട്ട് അവൻ പറയുന്നു, മേഡം സോറി, രോഹൻ സാർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. രോഹൻ സാറിൻ്റെ ബാച്ചിലെ ഓൾമോസ്റ്റ് ആൾക്കാരും മാരീഡാണ്, ബാക്കിയുള്ളവരാണെങ്കിൽ കമ്മിറ്റഡുമാണ്. മേഡം ഭാഗ്യവതിയാണ്, രോഹൻ സാറിനെ പോലെയുള്ള ഒരാളെ കിട്ടിയല്ലോ. എടോ മതിയടോ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ. സാറിൻ്റെ ഫേവറേറ്റായ ഐസ്ക്രീം കോമ്പിനേഷൻ ഉണ്ട് സാർ. ഋതിക മെനു നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ. രോഹൻ, എനിക്കൊരു ചായ മാത്രം മതി. ചായയോ? എന്നോടൊപ്പം വന്നിട്ടോ? അതും എൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടോ? അത് ശരിയാവില്ല. ഋതിക എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. രോഹൻ പ്ലീസ്, എനിക്കൊരു ചായ മാത്രം മതി. ഞാൻ പുറത്തു പോയാൽ ഒന്നും കഴിക്കാറില്ല, ഒരു ചായ മാത്രമേ കുടിക്കാറുള്ളൂ. രോഹൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കുവാണ്. കമോൺ ഋതിക, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ രോഹൻ, ഞാൻ വീട്ടിലെ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. അഥവാ പുറത്തു പോയാൽ ഒരു ചായ മാത്രം കുടിക്കും, അല്ലാതെ ഞാനൊന്നും കഴിക്കാറില്ലെന്നല്ലേ പറഞ്ഞത്. രോഹൻ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. രോഹൻ ആ സപ്ലയറോട് പറയുന്നു, 2 ക്യാപ്ച്യൂനോ കോഫി എടുക്ക്. രാജുവിനാണെങ്കിൽ രോഹൻ രാവിലെ ഇവിടെ വന്നതും ഋതികയോട് സംസാരിക്കുന്നതൊക്കെ കണ്ടൊരു വല്ലാത്ത പേടിയും വിഷമവും ഉണ്ട്. പ്രതാപൻ കൊടുത്ത ഫയൽ എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് സ്പീഡിൽ പ്രതാപ് വർമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. വർമ്മ സാർ ചോദിക്കുന്നത്, എടാ നീ ഇത്രയും പെട്ടെന്ന് വന്നോ? ഫയൽ സബ്മിറ്റ് ചെയ്ത് സാർ. അവരെന്ത് പറഞ്ഞ്? അതിന് ഇനിയും സമയമെടുക്കും. അവരത് വെരിഫൈ ചെയ്തിട്ട് ഡൽഹിയിൽ അയക്കാനുള്ളതല്ലേ. വർമ്മ സാറേ, രോഹനും ഋതികമ്മയോടും എവിടെയാ? അത് രാജു, രോഹന് ഋതികയോട് എന്തോ സംസാരിക്കണമെന്ന്, ജസ്റ്റ് ഒരു ഔട്ടിങ്, അതുകൊണ്ട് ഞാൻ അവരെ പുറത്തോട്ട് പറഞ്ഞു വിട്ടിരിക്കുക. ദൈവമേ, രാജുവിൻ്റെ വയറ്റിലൊരു അന്താളിപ്പ്. ഋതിക മേഡത്തിനാണെങ്കിൽ രോഹനെ വലിയ ഇഷ്ടവുമല്ല. ഇനി കോപ്പി ഷോപ്പിലെങ്ങാനും പോയിട്ട് പണ്ടോടെ വഴക്കുണ്ടാക്കിയ പോലെ വല്ല വഴക്കുണ്ടാക്കുവോ? രോഹനെ കണ്ടിട്ട് അവൻ ആള് ശരിയല്ല. അവൻ പുറത്ത് കാണിക്കുന്ന മുഖമൊന്നുമല്ല അവൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കണം. വർമ്മ സാറേ, അവരെങ്ങോട്ടാ പോയതെന്ന് വല്ലതും അറിയാവോ? എന്തു പറ്റി രാജു? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അവരെങ്ങോട്ടാ പോയതെന്ന്. അതിവിടെ രോഹൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനെ ഏതോ ഫ്രണ്ട്സിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ റെസ്റ്റോറൻറ്റ് ഉടനെ കണ്ടുപിടിക്കാമല്ലോ എന്നും പറഞ്ഞ് രാജു അവിടെ നിന്ന് പോവുകയാണ്. രാജു അങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റായിട്ട് നോക്കി അവസാനം രോഹൻ്റെ കാറ് കണ്ടുപിടിച്ചു. ഓ, ഇവിടെയാണ് അപ്പോൾ പുള്ളിക്കാരൻ ഋതിക മേഡത്തിനെയും കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ രാജു എളുപ്പം ആ റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഋതികയും രോഹനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. രാജു അവരുടെ കണ്ണിൽ പെടാതെ മറിഞ്ഞ് കുറച്ച് മാറി അങ്ങോട്ടൊരു സീറ്റിൽ ഇരിപ്പുമുണ്ട്. രാജു അവിടെ ഇരുന്നുകൊണ്ട് അവരെ തന്നെ നോക്കുവാണ്. രോഹൻ ആർക്കോ ഫോൺ ചെയ്യുന്നു. ഋതികയാണെങ്കിൽ പേടിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. എന്താ ഋതികയെ വിഷമിച്ചിരിക്കുന്നത്? രോഹൻ എന്തിനാ ക്യാപിച്ചിനോ ഓർഡർ ചെയ്തത്? എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. കമോൺ ഋതികയെ, ഒരു ചായ കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വെറുതെ ഒന്ന് വാ നനയിപ്പിക്കാം. ഋതിക ക്യാപ്ചീനോ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്.
തനിക്കത് ഇഷ്ടമാകും. എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് രോഹൻ, പ്ലീസ്. ആദ്യം അതിങ്ങോട്ടൊന്ന് വരട്ടടോ, എന്നിട്ട് താൻ ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറ. രാജു അവിടെ ഇരുന്നുകൊണ്ട് എത്തി നോക്കുവാണ്. രാജുവിന് ഒരു സമാധാനമില്ല. രോഹൻ്റെ മുഖത്തൊരു വല്ലാത്ത ഭാവവ്യത്യാസമൊക്കെ ഉണ്ട്. ഹൃതികയാണെങ്കിൽ പേടിച്ചു ഇരിക്കുന്നു. ചേടാ, ഇവൻ എന്തോ മേഡത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ സംസാരിക്കുന്നത്. ആ മുഖം കണ്ടാൽ എനിക്കറിയാം. രോഹൻ പറയുന്നു, തൻ്റെ ഈ പിടിവാശിയൊക്കെ ഒന്ന് മാറ്റിടൂ. തൻ്റെ ഫുഡ് രീതികളും ഒന്ന് മാറ്റ്. ഇന്നെല്ലാവരും നല്ല മോഡേൺ രീതിയിലാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എല്ലാം കൊണ്ടും താനൊന്ന് മോഡേണായിട്ട് ചിന്തിക്കുക. രോഹൻ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞു തരാം. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, തനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് തന്നെ വേണ്ട. താൻ അയാളെ തന്നെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് തപസ് ചെയ്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് രാജു കേൾക്കുന്നുണ്ട്. ഇവൻ നല്ല ഉദ്ദേശത്തോടല്ലല്ലോ ഹൃതിക മേഡത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാപാലികൻ, ഇവൻ്റെ മോന്ത കണ്ടാലേ അറിയാം എന്നിങ്ങനെ രാജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രോഹൻ വീണ്ടും ഹൃതികയോട് പറയുവാണ്, തനിക്കൊരവസരം ഉണ്ടാകുമ്പോൾ തന്നെ പ്രണയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, പുതിയ പ്രപ്പോസലുമായിട്ട് വരുന്ന ആളെ സ്വീകരിക്കണം. ഓഹോ, ഇവൻ്റെ മനസ്സിലൊരിപ്പ് ഇതാണല്ലേ എന്ന് ഹൃതികയ്ക്ക് മനസ്സിലായി. ഹൃതികയ്ക്ക് ദേഷ്യം വന്നിട്ട് ഹൃതിക ചോദിക്കുന്നത്, അപ്പോൾ ഇതാണോ ഞാൻ അയച്ച മെസ്സേജിനുള്ള മറുപടി? അത് കേട്ടിട്ട് രോഹൻ അവളെ കൊത്തിപ്പറിച്ച് തിന്നുന്ന പോലെ അങ്ങ് നോക്കുവാണ്. അപ്പോൾ അവർക്കുള്ള കോഫി അവിടെ വന്നു കഴിഞ്ഞ് ഹൃതിക അത് കുടിക്കാതെ നോക്കിയിരിക്കുവാണ്. അത് കണ്ടിട്ട് രോഹൻ, ഹൃതിക ഒന്ന് കുടിച്ചു നോക്ക്. എനിക്ക് വേണ്ട രോഹൻ. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ഹൃതികയെ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അവനങ്ങനെ ഹൃതികയെ അങ്ങ് കമ്പൽ ചെയ്യുവാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ ഹൃതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. രാജുവിൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ വെപ്രാളം. ആ കോഫിയിൽ ഇവൻ എന്തെങ്കിലും മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടാവുമോ? ഹൃതിക മേഡത്തിനെ മോശമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാനായിരിക്കുമോ? രാജുവിനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല. രാജുവിൻ്റെ കൈ ധരിക്കുമോ? അങ്ങോട്ട് ഇരുന്ന് അവൻ്റെ ചെവിക്കുറ്റിക്ക് 2 കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? സാഹചര്യം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. രോഹൻ വീണ്ടും ഹൃതിയെ നിർബന്ധിക്കണം. പ്ലീസ് ഋതു, ഒന്ന് കുടിച്ചു നോക്കൂ. ഞാൻ പറയുന്നതല്ല, എനിക്ക് വേണ്ടി ഒന്ന് കുടിക്കൂ. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഹൃതിയെ ആ കോഫി എടുത്ത് കുടിക്കുന്നുണ്ട്. രാജുവിന് വെപ്രാളം കൊണ്ടിരിക്കാൻ വയ്യ. രാജു ഇങ്ങനെ കണ്ണും തുറിച്ചിങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുവാണ്. രോഹനാണെങ്കിൽ ആർത്തിമൂത്ത് പണ്ടാരം പോലെ ഹൃതിയെ നോക്കി ഇങ്ങനെ വെള്ളം വിഴുങ്ങുവാണ്. ഇത്രയേ ഉള്ളൂ ഹൃതികെ, തനിക്കിത് ഇഷ്ടമാകും എന്നും പറഞ്ഞ് അവൻ ആ കോഫി വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് കുടിക്കാൻ. ഹൃതിക ആ കോഫി ഇങ്ങനെ കുടിക്കുമ്പോൾ രോഹൻ പറയുക, ഈ കോഫി ഇപ്പോൾ ഇഷ്ടപ്പെട്ടതുപോലെ എന്നെയും തനിക്ക് ഇഷ്ടപ്പെടും. രോഹൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് ഹൃതികയ്ക്ക് ആ കോഫി അങ്ങ് നെറുകെ കയറുവാണ്. അത് കണ്ടിട്ട് രോഹൻ, അയ്യോ ഹൃതികെ എന്നും പറഞ്ഞ് അവിടെ തലയൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് രാജുവിന് ഒട്ടും സഹിക്കുന്നില്ല. രാജു ഇങ്ങനെ കണ്ണും തുറിച്ച് പല്ലും കടിച്ച് അവിടെ ഇരിക്കുവാണ്. ഓടിച്ചെന്ന് രോഹൻ്റെ കൈ തട്ടി മാറ്റിയിട്ട്, ഇതെൻ്റെ പെണ്ണാടാ എന്നും പറഞ്ഞ് രാജുവിന് തട്ടിക്കൊടുക്കണമെന്നുണ്ട്. സംഗതി വർക്കൗട്ടായെന്ന ഭാവത്തിൽ രോഹൻ ഇങ്ങനെ ഹൃതിയെ തന്നെ നോക്കുന്നുണ്ട്. ഹൃതികയ്ക്കപ്പോൾ രാജു അവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ. രാജുവായിട്ട് പണ്ട് കോഫി ഹൗസിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ്. ഹൃതിക മേഡത്തിന് ഇപ്പോൾ പേടിയൊക്കെ മാറിയല്ലോ. ഞാനെന്തിനാ പേടിക്കുന്നത്? എന്നോടൊപ്പം എൻ്റെ രാജു ഇല്ലേ? അതൊക്കെ ഓർത്ത് ഹൃതിക ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ രാജു ഉണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. രാജു അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടാറുണ്ട്. ഇത് രാജു ഇവിടെ എവിടെയോ ഉണ്ട് എന്നും പറഞ്ഞ് ഹൃതിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പക്ഷേ ഹൃതിക രാജുവിനെ കാണുന്നില്ല. രോഹൻ എന്തൊക്കെയോ ഹൃതികയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹൃതിക അവിടെ ഇരിക്കുന്നെങ്കിലും ഹൃതികയുടെ കാതിൽ അതൊന്നും വീഴുന്നതുമില്ല. ഹൃതികയുടെ മനസ്സ് മുഴുക്കി അപ്പോൾ രാജുവാണ്. രാജുവായിട്ടുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഹൃതിക ഇങ്ങനെ ഓർത്തിരിക്കുവാണ്. അങ്ങനെ രാജു പ്രതീക്ഷിച്ച പോലുള്ള കുഴപ്പങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. രോഹൻ ഹൃതികയും കൊണ്ട് പ്രതാപവർമ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ പോയി ഇനി അങ്കിളിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് രോഹൻ അകത്തോട്ട് കയറിപ്പോന്നു. ചിലപ്പോൾ അച്ഛനോട് രോഹൻ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കും. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു. രോഹൻ പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും? യാമിനി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, മോളെ, രോഹൻ പ്രതാപേട്ടൻ്റെ മുറിയിലോട്ട് പോകുന്ന കണ്ട് അവൻ്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മോളുടെ അടുത്തോട്ട് ഓടി വന്നത്. മോൾ അവനോട് സംസാരിച്ചോ? കാര്യങ്ങളൊക്കെ എന്തായി? ഞാൻ എല്ലാ കാര്യങ്ങളും രോഹനോട് തുറന്ന് സംസാരിച്ചു ചെറിയമ്മേ. എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ രോഹനോട് പറഞ്ഞു. എന്നിട്ട് രോഹൻ മോളോട് എന്ത് പറഞ്ഞ്? സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ അയാൾക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അവൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ മോളെ? മാറുമെന്നാ ചെറിയമ്മ എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ രോഹൻ അച്ഛനെ കാണാൻ വേണ്ടി പോയതേ ചിലപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും.
പക്ഷേ രോഹൻ ഇതൊക്കെ എങ്ങനെ അച്ഛനോട് അവതരിപ്പിക്കും എന്നോർത്തിട്ടാ ചെറിയമ്മേ എനിക്കിപ്പോൾ ടെൻഷൻ. എല്ലാം നന്നായാൽ മതിയായിരുന്നു. മോള് ടെൻഷൻ അടിക്കണ്ട. അവൻ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൻ ഇതിൽ നിന്നും പിന്മാറുമായിരിക്കും മോളെ. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിനോട് ഋതിക ചോദിക്കുന്നത് രാജു എവിടെ പോയതായിരുന്നു? അത് ഞാൻ കളക്ട്രേറ്റ് വരെ ഒന്ന് പോയതായിരുന്നു. ഒന്നും അറിയാത്തവനെ പോലെ രാജു ചോദിക്കുക, അല്ല ഞാൻ പോകുമ്പോൾ മേഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് രാജു, രോഹൻ എന്നെ ഔട്ടിങ്ങിന് പോകാൻ ക്ഷണിച്ചു. അച്ഛനും പറഞ്ഞു പോയിട്ട് വരാൻ. അങ്ങനെ രോഹൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ രോഹനോട് എല്ലാം തുറന്ന് സംസാരിച്ചു. എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്നും പറഞ്ഞു. ഞാനത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രാജു അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അത് കേട്ട് രാജു ഞെട്ടിപ്പോയി. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ രാജു എവിടെ പോയതാണെന്ന് ചോദിച്ചത്. ഹൃദയ മേഡം പറയാറുണ്ടല്ലോ, ഞാൻ അടുത്ത് വരുമ്പോൾ ഹൃദയ മേഡത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളവിടിപ്പ് മാറുമെന്ന്. എത്ര ശരിയാണ് എന്നിങ്ങനെ രാജു ഓർക്കുന്നുണ്ട്. എന്നിട്ട് രോഹൻ എവിടെ? അച്ഛനെ കാണാൻ മുകളിലോട്ട് പോയിരിക്കുക. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. മേഡം ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകും, ഞാനല്ലേ പറഞ്ഞത്. രാജു അങ്ങനെ പറഞ്ഞപ്പോൾ യാമിനിയുടെ മുഖത്തൊരു സന്തോഷം. രാജുവിന് ഹൃദയോട് നല്ല പ്രണയമുണ്ടെന്ന് യാമിനിക്കറിയാം. രാജു അത് തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുവാണെന്നും ഋതികയ്ക്ക് ഒരാപത്തും വരാതെ ഋതികയുടെ പുറകെ നടന്ന് ഋതിയെ സംരക്ഷിക്കുവാണെന്നും എല്ലാം യാമിനിക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് രോഹനും പ്രതാപവർമ്മയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പ്രതാപവർമ്മ പറയുന്നു, തന്നോട് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ല. അല്ല രോഹനെ, ഇനി എന്നാ അച്ഛനെ അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്? അത് ഉടനെ വരുന്നുണ്ടെങ്കിലേ. രോഹൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ഋതികയും രാജു അങ്ങ് ഞെട്ടിപ്പോയി. കണ്ടോ രാജു, ഇവൻ മഹാകള്ളനാ. ഞാൻ പറഞ്ഞതൊന്നും ഇവൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. കണ്ടോ രാജു? രോഹൻ പറയുക, നല്ലൊരു ദിവസം നോക്കി ഞാൻ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെങ്കിൽ. കണ്ടോ രാജു, അവൻ മഹാകള്ളനാ. എന്നെ ഈ പ്രശ്നത്തിലൊന്ന് ഒന്ന് സഹായിക്കും രാജു. മേഡം വിഷമിക്കണ്ട, മേഡം വാ എന്നും പറഞ്ഞ് രാജു ഋതിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വർമ്മ ചോദിക്കുന്നു, ഋതികെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഔട്ടിങ്? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അച്ഛാ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച്. വർമ്മ പറയുക, രോഹൻ ഉടൻ തന്നെ അവൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാനിനി ഇറങ്ങട്ടെ എങ്കിൽ? അത് പറ്റില്ല, ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ അങ്കിള് പിന്നൊരിക്കലാകട്ടെ, അത് പറ്റില്ല. രോഹൻ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഋതികെ പോയി യാമിനിയോട് ഭക്ഷണം എടുത്ത് വെക്കാൻ പറ. ശരിയച്ചാന്ന് പറഞ്ഞ് ഋതിക അങ്ങ് പോയി. അംബികയും മകൻ ദീപക്കും ഇതെല്ലാം ഒളിഞ്ഞു മാറി നിന്ന് കാണുന്നുണ്ട്. അമ്മേ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലമ്മേ. അവളാണെങ്കിൽ രാജുവിൻ്റെ പുറകിന് മാറുന്നതുമില്ല. ആ രോഹനെ ഒഴിവാക്കാൻ വേണ്ടി അവള് രാജുവിനെ കൂട്ടുപിടിച്ചിരിക്കുക. രോഹനൊരു മുട്ടം പണി കൊടുക്കണമെന്ന് ദീപക്ക് തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ കുറച്ച് സാധനം ബൾക്കായിട്ട് എനിക്ക് വേണം. എന്തിനാളിയാ, കച്ചവടം പിടിക്കാനാണോ? അതൊന്നും അല്ലടാ, ഇതുകൊണ്ട് എനിക്കൊരു ചെറിയ പണിയുണ്ട്. നീ കളിക്കാതെ കാര്യം എന്താന്ന് പറ ദീപക്കെ. കുടുങ്ങുന്ന പണി വല്ലോ ആണോ? കാര്യം എന്താന്ന് പറയാതെ ഒരു തരി പോലും ഞാൻ തരത്തില്ല. എടാ ഒരുത്തനെ പൂട്ടാനാടാ. പൂട്ടാനോ? ആ എടാ, ഋതികയെ കെട്ടണമെന്നും പറഞ്ഞ് ഒരുത്തൻ അവിടെ പുറകെ നടക്കുക. അവളാണെങ്കിൽ അവനോട് നോ പറഞ്ഞിട്ടുമില്ല. ആ നോ ഒരു എസ്സിലോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കവനെ പൂട്ടിയിരിക്കണം. ഒരു 10 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു. എടാ ദീപക്കെ, ഇതൊക്കെ റിസ്ക് അല്ലേ? ഒരു റിസ്ക്കുമില്ല, നീ സാധനം എത്തിക്കും. എടാ എൻ്റെ അമ്മാവൻ ആരാ? മന്ത്രിയാ. എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ അമ്മാവൻ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് ദീപക്ക് സാധനം ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ദീപക്ക് കഞ്ചാവോ അതുപോലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ രോഹൻ്റെ കാറിൽ വെച്ചിട്ട് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് തോന്നുന്നു. അതെന്താണെന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.